ചീനി മുളകും കൂടി ഒന്ന് അരച്ചെടുക്കാൻ പോകണം. അത് നമ്മൾ അമ്മിയിൽ തന്നെയാണ് അരയ്ക്കുന്നത്. ഇത് നമ്മൾ മഞ്ഞൾ അരച്ച അത് കാണുന്നത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പുളിമാങ്ങ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. തോല് മാറ്റിയെടുക്കണം. തോലിങ്ങനെ ചീന്തിയെടുക്കാം. നമുക്ക് നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അടുപ്പിലാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അതുപോലെ നമുക്ക് എല്ലാതും തൊലി കളഞ്ഞെടുക്കാം. നമ്മൾ കലത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് ഈ വെള്ളത്തിൽ കലക്കിയിട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. മൺചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി അടച്ചു വെച്ച് വേവിക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 അച്ച് ശർക്കര ഇടാം. എന്നാൽ അത്യാവശ്യം പുളിയുണ്ട്. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കാരണം ഇതിൽ ഞാൻ ആമി കഴുകിയ വെള്ളം കൂടിയും ഇട്ട് ഉണ്ട്. കുറച്ചുകൂടി വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പൊഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വെച്ചിട്ട് തൈര് ഒഴിക്കാം. തൈര് ഒന്ന് കടഞ്ഞെടുത്തതാണ്, കട്ട തൈരല്ല. കട്ട തൈരിനെ അങ്ങോട്ട് ഒന്നില്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ കടവലുകൊണ്ട് കടഞ്ഞെടുത്തിട്ട് ഒഴിക്കാം. നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇത് വാങ്ങി വെച്ചാലും കുറച്ച് നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും, മൺകലത്തിലാവുകൊണ്ട്. ഇതിലേക്ക് വറുത്തിടും കൂടി വേണം. അത് കഴിഞ്ഞ് നമ്മുടെ പുളിശ്ശേരി റെഡിയായിട്ട്. അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇടാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചെറിയ ഉള്ളി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ മുളക് പൊടി ഇട്ടിട്ടില്ല അതിൽ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം.
അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.